ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ കോമൺ കോഴ്സ് കലേഡോസ്കോപ്പിലെ റിവോൾവിംഗ് ഡേയ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഓസ്ട്രേലിയൻ പോയറ്റ് ഡേവിഡ് മലോഫ് നഷ്ടപ്രണയത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളൊരു കവിതയാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1, Introduction and Love's Mistake. The poem opens with the narrator reflecting on a particular year when he had nowhere to go and fell in love. പോയതിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഹി ഹാഡ് നോവെയർ ടു ഗോ, അദ്ദേഹത്തിന് എങ്ങോട്ടും പോകാൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അതായത് ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ വഴിമുട്ടി നിൽക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഹി ഫെൽ ഇൻ ലവ്, അദ്ദേഹം ഈ പ്രണയത്തിൽ ആകുന്നത്. ഹി അക്നോളജസ് ദാറ്റ് ദിസ് ലവ് വാസ് എ മിസ്റ്റേക്ക്. പക്ഷെ അതൊരു തെറ്റായിരുന്നു, മിസ്റ്റേക്ക് ആയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലായിരിക്കില്ല അവസാനിച്ചത് എന്നുള്ളൊരു സൂചന നമുക്ക് ആദ്യം തന്നെ ലഭിക്കുന്നുണ്ട്. ബട്ട് വൺ ദാറ്റ് എൻഡ്യൂർഡ് ഫോർ എ സിഗ്നിഫിക്കൻറ്റ് ടൈം. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ആ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലും അത് കുറേ കാലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ദിസ് സെറ്റ്സ് ദ സ്റ്റേജ് ഫോർ ദ റെട്രോസ്പെക്റ്റീവ് ജേർണി ദ നരേറ്റർ ഈസ് അബൌട്ട് ടു എംബാർക്ക് ഓൺ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ നഷ്ടപ്പെട്ട പ്രണയത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പോയത്തിൽ പറയുന്നത് എന്നുള്ളതിന്റെ സെറ്റിങ് ആദ്യത്തെ 2 വരികളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പാർട്ട് 2, ദ ഷേർട്സ് ആൻഡ് സെൽഫ് പെർസെപ്ഷൻ. അടുത്തതായിട്ട് പോയറ്റ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ വേദനയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ പോക്കറ്റിന്റെ താഴെ വേദനിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം ഷർട്ടിന്റെ പോക്കറ്റിന്റെ താഴെയാണ് ഹാർട്ട് വരുന്നത്. അങ്ങനെ അദ്ദേഹം ആ ഒരു ഓർമ്മകൾ ഷർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ദ നരേറ്റർ വിവിഡ്ലി റീകോൾസ് ദി ഷർട്ട്സ് ഹി ബോട്ട് ഡ്യൂറിംഗ് ദിസ് പീരീഡ് വിച്ച് വർ പാർട്ട് ഓഫ് ആൻ എക്സ്പെരിമെന്റ് ടു സീ ഹിംസെൽഫ് ഇൻ ന്യൂ വേസ്. അടുത്തതായിട്ട് അദ്ദേഹം ഈ ഷർട്ടുകളെ കുറിച്ച് പറയുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഈ വസ്ത്രധാരണത്തിലൊക്കെ അദ്ദേഹം ഈ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് മാറ്റം വരുത്തിയിരുന്നു. നമുക്കറിയാം ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ആയതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ അദ്ദേഹം കുറച്ചുകൂടി ഇങ്ങനെ മോഡിഫൈഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ഹി ഡിസ്ക്രൈബ്സ് 3 ഷർട്ട്സ്, 1 mint green, 1 pink and a tan one with darker stripes. അതിൽ തന്നെ 3 കളറുകളിലുള്ള ഷർട്ടുകളാണ് അദ്ദേഹം പ്രത്യേകം ഓർക്കുന്നത്. These shirts represent his attempts to fashion a new identity as a lover, hoping to catch a glimpse of this new self in passing windows. അപ്പോൾ ഈ ഷർട്ടുകൾ ഇങ്ങനെ പുതിയത് വാങ്ങുക, പുതിയ രീതിയിൽ വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് ഒരു ലവർ എന്നുള്ള രീതിയിൽ അദ്ദേഹം പുതിയൊരു ഐഡന്റിറ്റി എടുത്തു എന്നുള്ളതിന്റെ സിമ്പിളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പുതിയ ഷർട്ടൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് ഈ ജനലിലും മറ്റൊക്കെ ഈ റിഫ്ലക്ഷൻ കാണും. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് ഈ ഒരു പുതിയ സെൽഫിനകത്ത് ഒരു അഭിമാനവും സന്തോഷമൊക്കെ തോന്നാറുണ്ടായിരുന്നു. Part 3, Memories and Mirrors. As the narrator ties his tie in front of a mirror, memories of his former self resurface. അങ്ങനെ അദ്ദേഹം ഈ കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ടൈ കെട്ടുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് പഴയ കാലം ഓർമ്മ വരികയാണ്. പണ്ട് ഇതുപോലെ അദ്ദേഹം ഒരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഇങ്ങനെ ഈ ഡ്രസ് ചെയ്യുന്ന കാര്യമൊക്കെ അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ്. He imagines his lover waiting in the next room, reminding him of the promises they made to each other. അപ്പോൾ ഈ സമയത്ത് തൊട്ടടുത്ത മുറിയിൽ അദ്ദേഹത്തിന്റെ ആ പഴയ പാർട്ട്ണർ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തിന് വരുന്നത്. അതായത് ഇത്തരം അനുഭവങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. ആ സമയത്ത് അവർ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ അദ്ദേഹം ഓർക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ ലവേഴ്സും പറയുന്നത് പോലെ ഫോർ എവർ, നമ്മൾ എല്ലാ കാലത്തേക്കും ഒന്നിച്ചായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോമിസിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ഓർക്കുന്നു. ദിസ് സെക്ഷൻ കൺവേസ് എ സെൻസ് ഓഫ് ആന്റിസിപ്പേഷൻ ആൻഡ് ദി എഫേർട്സ് ഹി മേഡ് ടു സർപ്രൈസ് ആൻഡ് പ്ലീസ് ഹിസ് ലവർ. അപ്പൊ ഈ സമയത്ത് അവര് എത്ര സന്തോഷത്തിലായിരുന്നു, ഇയാളുടെ പാർട്ട്ണറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ചെറിയ സർപ്രൈസുകൾ കൊടുത്തിരുന്ന കാര്യമൊക്കെയാണ് അദ്ദേഹം ഓർക്കുന്നത്. പാർട്ട് 4, റിഫ്ലക്ഷൻ ആൻഡ് അഡ്രസ് ടു ദ ലവർ. ദ നരേറ്റർ റിഫ്ലെക്ട്സ് ഓൺ ദ റിവോൾവിംഗ് ഡേയ്സ് വെൻ ഹിസ് ഹാർട്ട് വാസ് ഫുൾ ഓഫ് ഇമോഷൻസ്. അപ്പൊ ഈ റിവോൾവിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആ ഒരു പഴയ കാലഘട്ടത്തെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അന്ന് അദ്ദേഹം വളരെയധികം ഇമോഷണൽ ആയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഈ പോയത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഹി റൈറ്റ്സ് ദിസ് പോയം ആസ് എ മെസ്സേജ് ടു ഹിസ് ഫോമർ ലവർ വെറെവർ ഷീ മൈറ്റ് ബി. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ കവിത എഴുതുന്നത് ആ ഒരു എക്സ് ലവറിന് വേണ്ടിയിട്ടാണ്. അവളിപ്പോൾ എവിടെ ആയിരുന്നാലും അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ കവിത എഴുതുന്നത് എന്നുള്ള കാര്യം അയാൾ പറയുന്നു. ആൻഡ് അക്നോളജസ് ഹെർ പ്രസൻസ് ഇൻ ഹിസ് മെമ്മറീസ്. ഇപ്പോഴും അയാളുടെ ഓർമ്മകൾക്കകത്ത് അവളുണ്ട് എന്നുള്ള കാര്യം അയാൾ തിരിച്ചറിയുന്നു.
He assures her that he won't reappear to disrupt her life, nor is he expecting a reply, indicating a sense of closure and acceptance of their past. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ഇതിനൊരു മറുപടി ഒന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവരിപ്പോൾ തീർത്തും സ്ട്രേഞ്ചേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ ആയി മാറിയിരിക്കുന്നു. അതുകൂടാതെ തന്നെ ഇതുപോലെ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു മെച്യൂരിറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ഈ നഷ്ടപ്പെട്ട പ്രണയത്തിൽ അദ്ദേഹത്തിന്റെ വേദന അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് എങ്കിലും അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു, അതിന് തിരിച്ചു വരില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒരു മെച്യൂരിറ്റി കൂടി നമ്മൾ അദ്ദേഹത്തിൽ കാണുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് ആണ് ഈ പോയത്തിൽ പങ്കുവയ്ക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡസ് ദ സ്പീക്കർ സീം ടു റിമെമ്പർ? എന്താണ് ഈ പോയത്തിലെ സ്പീക്കർ ഓർക്കുന്നത്? ദ സ്പീക്കർ സീംസ് ടു റിമെമ്പർ ദി ഇന്റൻസ് ഇമോഷൻസ് ഓഫ് ഫോളിംഗ് ഇൻ ലവ്. ഈ പ്രണയത്തിലാകുന്നതിന്റെ ആ തീവ്രമായിട്ടുള്ള വികാരങ്ങൾ അദ്ദേഹം ഓർക്കുന്നുണ്ട്. ദ സ്പെസിഫിക് ഷർട്ട്സ് ഹി ബോട്ട് ടു റീഇൻവെന്റ് ഹിംസെൽഫ്. കൂടാതെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം വാങ്ങിയ പുതിയ ഷർട്ടുകളെ കുറിച്ച് അദ്ദേഹം ഓർക്കുന്നുണ്ട്. ആൻഡ് ദ മൊമെന്റ്സ് ഓഫ് ആന്റിസിപ്പേഷൻ ആൻഡ് ഇന്റിമസി ഷെയർഡ് വിത്ത് ഹിസ് ലവർ. കൂടാതെ അവരുമായിട്ടുള്ള ഇന്റിമേറ്റ് നിമിഷങ്ങൾ കൂടി അദ്ദേഹം ഓർക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഷർട്ട്സ് ദ സ്പീക്കർ ബൈസ് ഏർലി ഇൻ ദ റിലേഷൻഷിപ്പ്? ഇനി അദ്ദേഹം ആ കാലഘട്ടത്തിൽ പുതിയ ഷർട്ടുകൾ വാങ്ങി എന്ന് പറയുന്നതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? The shirts the speaker buys early in the relationship symbolize his attempt to create a new identity as a lover. അപ്പോൾ അതുവരെയുള്ള വ്യക്തിയല്ല അദ്ദേഹം. ഒരു ലവർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പുതിയൊരു ഐഡന്റിറ്റി ആണ് എന്നുള്ളതിന്റെ സിമ്പിളായിട്ടാണ് ആ പുതിയ ഷർട്ടുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹോപ്പിംഗ് ടു സീ എ ട്രാൻസ്ഫോംഡ് വേർഷൻ ഓഫ് ഹിംസെൽഫ് ആൻഡ് ടു ഇംപ്രസ് ഹിസ് പാർട്ട്ണർ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ പാർട്ട്ണറെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളത് പ്രധാനമായിട്ടും ഇതിലൊരു ഘടകമാണ്. കൂടാതെ അദ്ദേഹം തന്നെ പുതിയൊരു വ്യക്തിയായി എന്നുള്ളതിന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആ ഷർട്ടുകളെ കാണുന്നത്. ഹൂം ഡസ് ദ സ്പീക്കർ അഡ്രസ് ഇൻ ദ പോയം? ഇനി ആരോടാണ് ഈ സ്പീക്കർ സംസാരിക്കുന്നത്? ദ സ്പീക്കർ അഡ്രസ്സസ് ഹിസ് ഫോമർ ലവർ ഇൻ ദ പോയം, റിമിനിസിംഗ് അബൌട്ട് ദെയർ പാസ്റ്റ് റിലേഷൻഷിപ്പ് ആൻഡ് കൺവേയിങ് ഹിസ് ലിങ്കറിംഗ് ഫീലിംഗ്സ് ആൻഡ് റിഫ്ലക്ഷൻസ്. അദ്ദേഹത്തിന്റെ പാസ്റ്റ് ലവർ അല്ലെങ്കിൽ എക്സ് ലവറിന്റെ അടുത്താണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രണയത്തെ കുറിച്ചിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന് എത്രമാത്രം ഓർമ്മകളും അതുപോലെ ഫീലിങ്സും ഉണ്ടെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഹൗ ആർ ദി ഐസ് ഓഫ് ദ സ്പീക്കേഴ്സ് ലേഡി ലവ് ഡിസ്ക്രൈബ്ഡ്? ഇനി അദ്ദേഹത്തിന്റെ ഈ പ്രണയിനിയുടെ കണ്ണുകളെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി ഐസ് ഓഫ് ദ സ്പീക്കേഴ്സ് ലേഡി ലവ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ബ്ലൂ. നീല കണ്ണുകളുള്ള ആൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈലൈറ്റിംഗ് ദ ഡിസ്റ്റിങ്ക്ട് ആൻഡ് മെമ്മറബിൾ നേച്ചർ ഇൻ ദ സ്പീക്കേഴ്സ് റീകളക്ഷൻസ്. നമുക്കറിയാം നീല കണ്ണുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നൊരു കാര്യമല്ല, എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ആ രീതിയിൽ എത്രമാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിൽക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ആ നീല കണ്ണുകൾ നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദി എഫക്ട് ഓഫ് ദ റിപ്പീറ്റേഷൻ ഓഫ് ഫോർ എവർ ആൻഡ് ഫോർ എവർ ടു ഡിസ്ക്രൈബ് ദ ലവേഴ്സ് ഡിവോഷൻ ഏർലി ഓൺ? ഈ ഫോർ എവർ ആൻഡ് ഫോർ എവർ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ആദ്യഘട്ടത്തെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? എംഫസൈസസ് ഇന്റൻസിറ്റി. ദ റിപ്പീറ്റേഷൻ ഓഫ് ഫോർ എവർ ആൻഡ് ഫോർ എവർ അണ്ടർസ്കോർസ് ദി ഇന്റൻസിറ്റി ആൻഡ് ഡെപ്ത് ഓഫ് ദ ലവേഴ്സ് ഇനീഷ്യൽ കമ്മിറ്റ്മെന്റ് ടു ഈച്ച് അതർ. അപ്പോൾ ഈ തുടക്ക കാലഘട്ടത്തിൽ ഇവിടെ റിലേഷൻഷിപ്പ് എത്രമാത്രം ഡീപ്പും ഇൻറ്റൻസുമായിരുന്നു എന്നുള്ള കാര്യമാണ് ഈ ഫോർ എവർ ആൻഡ് ഫോർ എവർ എന്ന് അവർ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറ്റേണൽ പ്രോമിസ്. ഇറ്റ് കൺവേസ് ദി ഐഡിയ ഓഫ് എൻ ഇറ്റേണൽ പ്രോമിസ് സജസ്റ്റിംഗ് ദാറ്റ് അറ്റ് എ ടൈം ദ ലവേഴ്സ് ബിലീവ് ദെയർ ഡിവോഷൻ വുഡ് ലാസ്റ്റ് ഇൻഡിഫിനിറ്റ്ലി. കൂടാതെ നമുക്കറിയാം ഈ ഫോർ എവർ എന്ന് പറയുന്നത് ഒരു പ്രോമിസ് ആണ്. അപ്പോൾ എല്ലാ കാലത്തേക്കും അവർ ഈ റിലേഷനിൽ തുടരും എന്നുള്ള രീതിയിലാണ് അവർ തുടക്കത്തിൽ ഇതിനെ കണ്ടിരുന്നത്. ആ ഒരു കാര്യമാണ് ഇവിടെ ഫോർ എവർ ആൻഡ് ഫോർ എവർ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എംഫസൈസ് ചെയ്യുന്നത്. ഹൗ ഡു ദ ഷിഫ്റ്റ്സ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഇൻ ദ പോയം കൺവേ ദ ലാസ്റ്റിംഗ് ഇമോഷണൽ ഇമ്പാക്ട് ഓഫ് ദി അഫെയർ? ഇനി ഈ പാസ്റ്റിലും പ്രസന്റിലും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്നതിലൂടെ ഈ അഫെയറിന്റെ ഇമോഷണൽ ഇമ്പാക്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? Memory and reflection. The shifts between past and present highlight how memories of the affair continue to influence the speaker's present, showing the lasting emotional impact. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണെങ്കിലും ആ മെമ്മറീസ് അദ്ദേഹത്തിന് വിട്ടുപോയിട്ടില്ല. ഇപ്പോഴും ആ മെമ്മറീസ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് അതിന്റെ ഒരു ഇമോഷണൽ ഇമ്പാക്ട് ലാസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ കുറേ കാലം നിൽക്കുന്നതാണെന്ന് കാണാൻ കഴിയും. ടെമ്പറൽ ഫ്ലൂയിഡിറ്റി. The shifts create a sense of temporal fluidity, illustrating how the speaker's thoughts and feelings are still intertwined with past experiences.
കൂടാതെ അദ്ദേഹം ഇപ്പോഴും പൂർണ്ണമായിട്ടും പ്രസന്റിലായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അതായത് ആ ഒരു റിലേഷൻഷിപ്പ് വിട്ടുവന്നുകൊണ്ട് അദ്ദേഹം പുതിയൊരാളായി എന്നുള്ളത് പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പോഴും അദ്ദേഹം പറയുന്നുണ്ടായി ആ ടൈ കെട്ടുന്ന സമയത്ത് അടുത്ത റൂമിൽ അവൾ ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചിന്തിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ആ രീതിയിൽ ഇപ്പോഴും പാസ്റ്റും പ്രസന്റും മിക്സ്ഡ് ആയിട്ടുള്ള തോട്ട്സ് ആണ് അദ്ദേഹത്തിന് വരുന്നത്. എക്സാമിൻ how the poem expresses themes of youth and lost love through the experiences and shifting perspective of the speaker. ഇനി യൂത്ത് ലോസ്റ്റ് ലവ് എന്നുള്ള തീംസ് എങ്ങനെയാണ് ഇദ്ദേഹം ഈ പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നത്? യൂത്ത്ഫുൾ എക്സ്പെരിമെന്റേഷൻ. The speaker's purchase of new shirts represents youthful experimentation and the desire to craft a new identity in the throes of love. അപ്പോൾ ഈ പ്രണയത്തിലൂടെ പുതിയൊരു ഐഡന്റിറ്റി ഉണ്ടാക്കുക എന്നുള്ള യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു എക്സ്പെരിമെന്റേഷന്റെ കാര്യമാണ് അദ്ദേഹം ഈ പുതിയ ഷർട്ടുകൾ വാങ്ങുക എന്നുള്ള കാര്യത്തിലെല്ലാം നമ്മൾ കാണുന്നത്. ഐഡിയലിസം ആൻഡ് റിയാലിറ്റി. The early devotion described with forever and forever. Hali's idealism often associated with youth. ഇനി യൂത്ത്ഫുൾ ആയിട്ടുള്ള ഐഡിയലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കാണുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഫോർ എവർ എന്ന് പറയുന്നത് ആ യുവത്വത്തിന്റെ ജീവിതം കണ്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരും എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയെല്ലാം നമ്മൾ അദ്ദേഹത്തിൽ കാണുന്നുണ്ട്. പക്ഷേ കോൺട്രാസ്റ്റിംഗ് വിത്ത് ദ മെച്യൂർ റെക്കഗ്നീഷൻ ഓഫ് ദി അഫയേഴ്സ് എൻഡ്, അവസാനം നമ്മൾ കാണുന്നത് ഇനി ഞാൻ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ശല്യം ചെയ്യാൻ വേണ്ടി വരുന്നില്ല എന്നുള്ള രീതിയിൽ മെച്യൂർ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് നമുക്ക് ഈ പോയത്തിന്റെ അവസാനത്തിൽ കാണുന്നത്. ആ സമയത്ത് ആ ഒരു കാര്യം അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ യൂത്ത്ഫുൾ ആയിട്ടുള്ള സമയത്ത് വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എല്ലാ കാര്യങ്ങളും അങ്ങനെ പെർഫെക്റ്റ് അല്ല എന്നുള്ള കാര്യം മെച്യൂർഡ് ആവുന്ന അവസ്ഥയിൽ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. Analyze the language used to communicate the speaker's feelings and the current attitude towards the ended relationship. ഇദ്ദേഹത്തിന്റെ ഫീലിങ്സും ആറ്റിറ്റ്യൂഡും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻട്രോസ്പെക്റ്റീവ് ടോൺ. The language is introspective, filled with the personal reflections and memories that convey a deep sense of introspection and contemplation. ഇൻട്രോസ്പെക്ഷൻ കണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒരു കാര്യത്തെ കുറിച്ചിട്ട് സ്വയം ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. ഈ രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഓർമ്മകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഫീലിങ്സിനെ കുറിച്ചിട്ടും സ്വയം ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ടോണാണ് ഈ പോയത്തിനകത്തുള്ളത്. നൊസ്റ്റാൾജിക് ഇമേജറി. ഡിസ്ക്രിപ്ഷൻസ് ഓഫ് സ്പെസിഫിക് ഡീറ്റെയിൽസ് ലൈക്ക് ദ കളർ ഓഫ് ഷർട്ട്സ് ആൻഡ് ടൈയിങ് എ ടൈ ഇവോക്ക് നൊസ്റ്റാൾജിയ, ഹൈലൈറ്റിംഗ് ദ സ്പീക്കേഴ്സ് ലോങ്ങിങ് ഫോർ ആൻഡ് എ കണക്ഷൻ ടു ദ പാസ്റ്റ്. ഇനി നൊസ്റ്റാൾജിക് ഇമേജറി ആണ് വരുന്നത്. അദ്ദേഹം ആ ഷർട്ടുകളുടെ കളറുകൾ, അതുപോലെ തന്നെ ആ ടൈ കെട്ടുന്നത്, പിന്നെ ജനലിലൂടെ ഇദ്ദേഹത്തിന്റെ ആ പുതിയ ഷർട്ട് നോക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഇമേജറിയാണ്. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു നഷ്ടബോധം നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി കറന്റ് ആറ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അക്സെപ്റ്റൻസ് ആൻഡ് ഡിസ്റ്റൻസ് ആണ്. ഫ്രേസസ് ലൈക്ക് ഐ എം നോട്ട് ഹോൾഡിംഗ് മൈ ബ്രെത്ത് ഫോർ എ റിപ്ലൈ ആൻഡ് നോ ഡോണ്ട് വറി ഐ വോണ്ട് അപ്പിയർ ഔട്ട് ഓഫ് ദാറ്റ് ഓൾഡ് ടൈം ഇൻഡിക്കേറ്റ് അക്സെപ്റ്റൻസ് ഓഫ് ദ റിലേഷൻഷിപ്സ് എൻഡ് ആൻഡ് റെസ്പെക്ട്ഫുൾ ഡിസ്റ്റൻസ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിനകത്തുള്ളത് ഒരു അക്സെപ്റ്റൻസ് ആണ്. അതായത് കാര്യങ്ങൾ ഇങ്ങനെയാണെന്നുള്ള കാര്യം അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്, കൂടാതെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരാളുടെ പ്രൈവസിയെ അദ്ദേഹം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ വന്ന് ശല്യം ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു മറുപടി ഇങ്ങനെ നിർബന്ധിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ആ രീതിയിൽ മെച്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കറണ്ട് ആറ്റിറ്റ്യൂഡിൽ കാണാൻ കഴിയുന്നത്. ഇമോഷണൽ റിസണൻസ്. The language used conveys a mix of lingering affection and a resigned understanding that the relationship is part of the past, showing a nuanced emotional state. ഇനി ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷണൽ സ്റ്റേറ്റ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വശത്ത് അദ്ദേഹത്തിന്റെ ഈ ഫീലിങ്സ്, അതുപോലെ തന്നെ നൊസ്റ്റാൾജിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഇത് അവസാനിച്ചു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നില്ല തുടങ്ങിയതായിട്ടുള്ള ഒരു റെസ്പെക്ട്ഫുൾ ഡിസ്റ്റൻസും നമുക്ക് കാണുന്നുണ്ട്. ആ രീതിയിലുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഈ പോയത്തിലെ ലാംഗ്വേജിലൂടെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, എക്സാമിൻ ദ റോൾ ഓഫ് മെമ്മറി ഇൻ ദിസ് പോയം. ഹൗ ഡസ് മെമ്മറി കൊളാപ്സ് ടൈം ഓർ ബ്രിഡ്ജ് പാസ്റ്റ് ആൻഡ് പ്രസന്റ്? ഇനി ഈ ഒരു പോയത്തിൽ മെമ്മറിയുടെ റോളാണ് പറയുന്നത്. പാസ്റ്റും പ്രസന്റും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. സെൻട്രൽ തീം. Memory serves as a central theme in the poem, anchoring the speaker's reflections and emotions.
മെമ്മറിയാണ് ഈ ഒരു പോയത്തിലെ പ്രധാനപ്പെട്ട തീം. നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മെമ്മറിയാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ഇമോഷൻസും അതുപോലെ തന്നെ റിഫ്ലക്ഷൻസ്, ചിന്തകളെല്ലാം അതിനെ കേന്ദ്രീകരിച്ചിട്ടാണ് വരുന്നത്. ഇറ്റ് അലൗസ് ദ സ്പീക്കർ ടു റീവിസിറ്റ് സിഗ്നിഫിക്കന്റ് മൊമെന്റ്സ് ആൻഡ് ഫീലിംഗ്സ് ഫ്രം ദ പാസ്റ്റ്, ഷോവിങ് ഹൗ ദീസ് എക്സ്പീരിയൻസസ് റിമെയിൻ വിവിഡ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പഴയ മൊമെന്റ്സിലേക്കും ഫീലിങ്സിലേക്കും എല്ലാം അദ്ദേഹം തിരിച്ചു പോകുന്നുണ്ട്, അത് ഓർക്കുന്നുണ്ട്. അതെല്ലാം ഇപ്പോഴും അദ്ദേഹത്തിന് എത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആണ് എന്നുള്ള കാര്യം നമ്മൾ അതിൽ കാണുന്നുണ്ട്. Temporal collapsing. Through detailed recollections, such as the color of the shirts and the act of tying a tie, memory collapses time, making past events feel immediate and present. ഇനി ഇത് എല്ലാം പാസ്റ്റിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും പറയണ്ടല്ലോ, ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു എന്നുള്ള രീതിയിൽ വളരെ അടുത്ത് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അത് ഈ ഷർട്ടുകളുടെ കളറും അതുപോലെ തന്നെ ടൈ കെട്ടുന്ന കാര്യത്തിലും അദ്ദേഹം പറയുന്നുണ്ട്. ടൈ കെട്ടുന്ന സമയത്ത് തൊട്ടടുത്ത മുറിയിൽ അവൾ ഉണ്ട് എന്നുള്ളതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ പാസ്റ്റ് വളരെ ദൂരെയാണെങ്കിലും വളരെ അടുത്തുള്ളത് പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ദിസ് കൊളാപ്സിംഗ് ഓഫ് ടൈം ഇല്ലുസ്ട്രേറ്റ്സ് ഹൗ സർട്ടൻ മെമ്മറീസ് ക്യാൻ റിറ്റെയിൻ ദർ ഇമോഷണൽ ഇന്റൻസിറ്റി. അപ്പോൾ ചില ഓർമ്മകൾ എത്രമാത്രം ഇമോഷണലി ഇൻറ്റൻസ്ഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അത് നമുക്ക് വളരെ അടുത്തുള്ളത് പോലെ തോന്നുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ വരുന്നത് ബ്രിഡ്ജ് ബിറ്റ്വീൻ എറാസ് ആണ്. ഈ കാലഘട്ടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് മെമ്മറി വരുന്നത്. മെമ്മറി ആക്ട്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് പ്രസന്റ്, ലിങ്കിങ് ദ സ്പീക്കേഴ്സ് കറന്റ് സെൽഫ് വിത്ത് ദെയർ ഫോമർ സെൽഫ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം, അദ്ദേഹം മെച്യൂർഡ് ആണ്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പാസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം എന്തൂസിയാസ്റ്റിക് ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. അത് രണ്ടും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് മെമ്മറി വരുന്നത്. The act of recalling specific moments and emotions serves to connect different periods of the speaker's life. അപ്പോൾ പല കാര്യങ്ങളും അദ്ദേഹം ഇങ്ങനെ റീകോൾ ചെയ്യുന്നുണ്ട്. അതായത് ഈ ടൈ കിട്ടുന്ന സമയത്ത് ആണ് അദ്ദേഹത്തിന് പണ്ട് ഇതുപോലെ ടൈ കിട്ടുന്ന സമയത്ത് കൂടെ അവൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർമ്മ വരുന്നത്. ആ രീതിയിൽ ഈ ഓർമ്മകളാണ് അദ്ദേഹത്തിന് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നത്. ഇമോഷണൽ കണ്ടിന്യൂറ്റി. By revisiting the past, the speaker reveals the continuity of emotions, showing how the love and experiences from that time continue to shape and inform their present identity and feelings. മറ്റൊന്ന് വരുന്നത് അദ്ദേഹത്തിന്റെ ഈ ഇമോഷൻസിന്റെ കണ്ടിന്യൂറ്റിയാണ്. അതായത് ഇപ്പോഴും അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമോഷൻസും ഫീലിങ്സും ഉണ്ട്. അപ്പോൾ ആ ഓർമ്മകളിലൂടെ അദ്ദേഹത്തിന് ആ ഇമോഷൻസ് ഇപ്പോഴും അദ്ദേഹത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നു. ആ രീതിയിൽ കൂടി ഈ മെമ്മറീസ് ഈ പാസ്റ്റിനെയും പ്രസന്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Analyze how details about the beginning of the relationship contrast with the speaker's more solemn insights later on. അപ്പോൾ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാവുന്നതും ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. വിവിഡ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് സ്റ്റാർട്ട്. The details about the beginning of the relationship are filled with vivid imagery and optimism. ഒപ്റ്റിമിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുഭാപ്തി വിശ്വാസമാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഫോർ എവർ ആൻഡ് ഫോർ എവർ എന്നുള്ള രീതിയിൽ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് തുടക്കത്തിൽ നമ്മളത് കാണുന്നത്. The purchase of new shirts and the excitement of experimenting with a new identity reflect the speaker's hopeful and enthusiastic mindset. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം വളരെ എന്തൂസിയാസ്റ്റിക് ആണ്, വളരെ ഉത്സാഹവും അതുപോലെ തന്നെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പുതിയ ഷർട്ടുകളൊക്കെ വാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്ന് മോഡിഫൈ ചെയ്തുകൊണ്ട് ഒരു ന്യൂ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നത്. Youthful idealism. Early descriptions, such as the promise of forever and forever, showcase youthful idealism and the belief in the enduring nature of love. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ലവ് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ആയിരുന്നതാണ്. പക്ഷെ അന്ന് അദ്ദേഹം പറയുന്നത് അതെന്താണ്, ഇറ്റേണൽ ആണ്, ഫോർ എവർ ആൻഡ് ഫോർ എവർ, എല്ലാ കാലത്തേക്കും നമ്മൾ ഒരുമിച്ചായിരിക്കും എന്നുള്ള രീതിയിലാണ് അന്ന് അദ്ദേഹം അത് ചിന്തിച്ചിരുന്നത്. ദിസ് കോൺട്രാസ്റ്റ് ഷാർപ്ലി വിത്ത് ദ മോർ മെച്യൂർ ആൻഡ് റിഫ്ലക്റ്റീവ് ടോൺ ലേറ്റർ ഇൻ ദ പോയം. ഇപ്പോൾ അദ്ദേഹത്തിന് കുറച്ചൊരു മെച്യൂർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആണ് നമ്മൾ കാണുന്നത്. പിന്നെ വരുന്നത് ലോസ് ആൻഡ് അക്സെപ്റ്റൻസ് ആണ്. The speaker's shift from recounting the joyful beginning to acknowledging the lost relationship emphasizes themes of loss and acceptance. ഇനി തുടക്കത്തിൽ അദ്ദേഹം ഈ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഓർക്കുന്നത്. പക്ഷെ എന്നിട്ട് അദ്ദേഹം അക്സെപ്റ്റൻസിലേക്ക് എത്തുന്നുണ്ട്. ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അതിനുവേണ്ടി ശല്യം ചെയ്യില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആ രീതിയിൽ ഈ നഷ്ടപ്പെട്ടത് അംഗീകരിക്കുക എന്നുള്ള ഒരു മെച്യൂരിറ്റി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ കറന്റ് ആറ്റിറ്റ്യൂഡിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ദ കോൺട്രാസ്റ്റ് അണ്ടർസ്കോർസ് ദി ഇന്നെവിറ്റബിലിറ്റി ഓഫ് ചേഞ്ച് ആൻഡ് ദ ബിറ്റർ സ്വീറ്റ് നേച്ചർ ഓഫ് റീകോളിംഗ് പാസ്റ്റ് ലവ്സ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ചേഞ്ച്, അതായത് പ്രായം മാറുന്നതിനനുസരിച്ചിട്ട് ആളുകൾ ഉണ്ടാകുന്ന ഒരു മാറ്റവും അതുകൂടാതെ തന്നെ ഈ
പഴയ പ്രണയത്തെക്കുറിച്ച് ഓർക്കുന്നതിൽ ബിറ്റർ സ്വീറ്റ് ആയിട്ടുള്ള ഒരു നേച്ചർ, അതായത് അത് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവും, എന്നാൽ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവും. ആ ഒരു കാര്യം കൂടി നമ്മളിൽ കാണുന്നുണ്ട്. പേഴ്സണൽ ഗ്രോത്ത്. ദിസ് പ്രോഗ്രഷൻ ഫ്രം ഐഡിയലിസം ടു സോളം ഇൻസൈറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് പേഴ്സണൽ ഗ്രോത്ത്. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള വളർച്ച കൂടി നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. ആ പഴയ ഒരു ആറ്റിറ്റ്യൂഡ് ഒപ്റ്റിമിസത്തിൽ നിന്ന് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. The speaker has moved from a naive and hopeful perspective to a more nuanced understanding of love and its impermanence. അപ്പോൾ ലവ് എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതാണ് എന്നുള്ള ഒരു ഒപ്റ്റിമിസമാണ് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഇംപെർമനന്റ് ആണ്, അതെന്താണ്, എല്ലാ കാലവും നിലനിൽക്കണം എന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. റിഫ്ലക്റ്റിംഗ് എ ഡീപ്പർ മെച്യൂരിറ്റി ആൻഡ് സെൽഫ് അവയർനെസ്. ആ രീതിയിൽ ഒരു ഡീപ്പർ ആയിട്ടുള്ള മെച്യൂരിറ്റിയും സെൽഫ് അവയർനെസ്സുമാണ് ഇപ്പോൾ അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് അദ്ദേഹത്തിന്റെ ആ ലവ് തുടങ്ങുന്ന സമയത്തും അതുപോലെ ഇപ്പോൾ ഉള്ളതുമായിട്ട് നമുക്ക് കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.